നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇതാണോ അതാണോ ആദ്യം വരെ അറിയില്ല. ഞാനിത് ഒന്നിച്ചൊറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ സ്റ്റിച്ചർ മോഡൽസ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ആവശ്യമുള്ളവർക്ക് അത് കണ്ടാൽ മതിയല്ലോ, മറ്റൊരു സമയക്കുറവുള്ളവർക്ക് പിന്നീടാണെങ്കിലും കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഹക്കോബയുടെ ഡിഫറെൻറ്റ് മോഡൽസ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുള്ളത്, നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത ടോപ്പുകളും കസ്റ്റമറിന് വേണ്ടി റെഡി ആയിട്ടുള്ളതും എൻ്റെ ടോപ്പുകളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ. ഓരോന്നും കുറേയൊക്കെ വ്യത്യസ്തം. എന്നാൽ നമുക്ക് ഹക്കോബ ഓരോ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മോഡൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ, കോട്ടൺ ഇന്നർ മോഡലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെക്കുറിച്ച് ഞാൻ മറ്റേ വീഡിയോയിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഹക്കോബയിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചില റെയർ കളേഴ്സ് നമുക്ക് സെയിം കളർ ബോട്ടം കിട്ടില്ല. അപ്പോൾ നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെ ഇതൊക്കെ ചോയ്സസ് ആണ്, ഓപ്ഷൻസ് പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക്, അപ്പോൾ പ്രീമിയം ഹക്കോബ അത് റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ സെയിം ബോട്ടം ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ 130 ഇത് നോർമൽ PC കോട്ടണിൽ വരുന്ന ഹക്കോബയും നമുക്ക് അവൈലബിൾ ആണ്. അത് ഓരോന്നും നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്, ഇത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ടൊരു മോഡൽ ഇങ്ങനെ വരുന്നു. ഈ അക്കോബ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ വരുന്ന ഗ്രീൻ ഷെയ്ഡിൽ, നെക്കിന് ഒരു സ്ക്വയർ നെക്ക്, ഒരു ബക്കറ്റ് ടൈപ്പ് നെക്കാണ്. അതിൽ ഇങ്ങനെ ലേസ് കൊടുത്ത് താഴെ വരെ, ഇതിപ്പോൾ യൂസ് ചെയ്ത് വാഷ് ചെയ്തതാണ്, കളർ ഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ക്ലോത്തിന് നല്ല ഡിറ്റർജൻറ്റ്, ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് നല്ലത് കേട്ടോ. ഇങ്ങനെ താഴെ വരെ പൊട്ടലി ബട്ടൺ വെച്ചിട്ടുണ്ട്. അതിന് സെയിം ബോട്ടമാണ് ഇങ്ങനെ വരുന്നു. ഇത് ഹക്കോബയ്ക്ക് നമ്മൾ സിമ്പിളായിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു മോഡൽ. അത് അങ്ങനെ അയൺ ചെയ്തതാണ് ഇഞ്ഞത്. അതങ്ങനെ നെക്സ്റ്റ് വരുന്നു. ഇത് എക് പുരാന ടോപ്പേ മുജേ മേരാ മേരി ഹിന്ദി പറഞ്ഞ്, ഹിന്ദിയിൽ ഫുൾ വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഹിന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഹക്കോബയും ക്യാമ്പ്രിക്കും കൂടെ നമ്മളൊരു പാനൽ പോലെയൊക്കെ ആഡ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഹക്കോബ മെറ്റീരിയൽ കണ്ടോ അതിനോട് ചേർന്ന് പോകുന്ന ക്യാമ്പ്രിക് മെറ്റീരിയൽ ഉണ്ട്. ഇനി അല്ലെങ്കിൽ അത് ആ ഒരു ഹക്കോബയിൽ ലൈനിങ് പോലെ കൊടുത്തിരിക്കുന്നതും ഈ പ്രിൻറ്റഡ് മെറ്റീരിയലാണ്, ക്യാമ്പ്രിക് കോട്ടൺ. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനൊരു മോഡൽ ലേസ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്കിതിൽ ഏത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് കളർ ഹക്കോബയുടെ കൂടെ അങ്ങനെ പരീക്ഷ ചെയ്യാവുന്നതാണ്. അതിനും പ്ലെയിൻ കളറിൽ സെയിം കളറിൽ ഹക്കോബയുടെ തന്നെ ബോട്ടമാണ് അതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു. ഇനി നമ്മൾ ബ്ലാക്ക് ഹക്കോബ, അതിന് നമ്മൾ ഇങ്ങനെ വരുന്നു. ജസ്റ്റ് സിമ്പിളായിട്ടൊരു യോക്ക് കൊടുത്തിട്ട് സ്ലീവിൻ്റെ അറ്റത്തും ഇതുപോലെ കൊടുത്ത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ബ്ലാക്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരിത്. ഇനി നമ്മൾ അക്വാ ബ്ലൂ, ഇതൊക്കെ അത് മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഹക്കോബയിൽ നമുക്കിങ്ങനെ കോൺട്രാസ്റ്റ് ബോട്ടം ഒന്നില്ലെങ്കിൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് സെയിം യോക്ക് കൊടുത്ത് ലേസ് കൊടുത്തിട്ട്, എനിക്ക് പൊതുവെ ചെയ്യുമ്പോൾ യോക്ക് വെച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. അതിങ്ങനെ വരുന്നു. അതൊന്ന്. ഇനി ആ ഒരു ലൈറ്റ് ബ്ലൂവിൽ ജസ്റ്റ് ഒരു ഷ്രഗിൻ്റെ പോലെ ഫീൽ തരുന്ന പോലെ ഇത് വെച്ച് ചെയ്തേക്കുന്ന വൈറ്റ് അക്കോബ വെച്ചിട്ട് ഇങ്ങനെ ഒരു മോഡൽ. ഇതൊക്കെ വലിയ സംഭവങ്ങളായ മോഡലുകളൊന്നുമല്ല, നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇതും അതുപോലെ ഈ ഒരു മോഡൽ ഞാൻ ഒരുപാട് പരീക്ഷിക്കാറുള്ളതാണ്. നമുക്കൊരു കോട്ടിൻ്റെ പോലെ ഫീൽ വരും. കോട്ടല്ല, ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു ഹാഫ് കോളർ വെച്ചിട്ട് ഇങ്ങനെ വരുന്നു. ഇതൊക്കെ കുറേ മുമ്പുള്ള ഹക്കോബയാണ് കേട്ടോ. ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും ഫെയിലാവാത്ത സംഭവങ്ങളാണ്. ഇത് നമുക്കൊരു കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിൽ വന്നൊരു താരമായിരുന്നു ഇത്. നമ്മൾ അതിന് കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിളായി, ഇപ്പോൾ ഈ മെറ്റീരിയൽ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. ഇതിങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു മെറൂൺ ലൈനിങ് വെച്ചിട്ട്, എനിക്ക് ക്രേപ്പ് ലൈനിങ് കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതിന് കൂടെ നമ്മൾ ഒരു സെഞ്ചുറിയുടെ ഒരു മെറ്റീരിയൽ ഉണ്ട് സോഫ്റ്റ് ആയത്, അതാണ് ലൈനിങ് ആയിട്ട് വെച്ചത്. അങ്ങനെ വരുന്നു. അത് ക്രേപ്പ് അല്ല കേട്ടോ, അത് നല്ല നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് നമുക്ക് ഏത് ഹക്കോബയുടെ കൂടെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഹക്കോബയുടെ ടോപ്പും ഇനി അല്ലെങ്കിൽ കോട്ടൺ സ്ലിപ്പ് ഏതിൻ്റെ കൂടെയും. ഇപ്പം ഞാൻ ആ ഹക്കോബയുടെ ഒരു ടോപ്പിൻ്റെ കൂടെ ഇത് കണ്ടോ, ഈ കലങ്കാരി നമുക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട, ആ ബോട്ടം മെറ്റീരിയലിൽ നിന്ന് എനിക്ക് ഇത് ഇങ്ങനെ വെക്കാനും സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനും ഇവിടെ ഇങ്ങനെ ഒരു പീസ് അറ്റാച്ച് ചെയ്യാനുമായിട്ടും കിട്ടി. അപ്പോൾ അതിനെ ഒരു സെറ്റായിട്ട് നമുക്കിങ്ങനെ വരും. ആ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കലങ്കാരി വരുന്ന അതിൽ ഈ ഒരു ഹക്കോബയിൽ വെച്ചിട്ട് ഈ ഒരു മോഡലിൽ ഇങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിതിൽ ഹക്കോബയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇതേ മോഡൽ വേറെ ഏത് പ്ലെയിനിൻ്റെ കൂടെയും പ്രിൻറ്റ് വെച്ചിട്ട് അങ്ങനെയൊക്കെ പരീക്ഷിക്കാം.
അങ്ങനെ വരുന്നു. ഈ മസ്റ്റാർഡ് യെല്ലോയുടെ മോഡലാണ് അന്ന് ഒരാൾ കാണിക്കാൻ പറഞ്ഞിരുന്നത്. ഇങ്ങനെ വരുന്നു. ഇത് സിമ്പിളായിട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് കൊടുത്ത് സെൻറ്ററിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു കോൺട്രാസ്റ്റ് മെറൂൺ പൈപ്പിംഗ് കൊടുത്ത് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂടെ മൊഡാൽ ദുപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും മെറൂൺ കളറിൽ ഇങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നു നമ്മൾ ലൈലാക്ക് ഷെയ്ഡിൽ. ഇതിന് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് കാംബ്രിക് കോട്ടനാണ്. ഇങ്ങനെ വരുന്നു. ആ കാംബ്രിക് കോട്ടൻ്റെ ലൈനിങ് കൊടുക്കുക മാത്രമല്ല അതിൻ്റെ നമ്മൾ സ്ലീവിലും ഇങ്ങനെയും വരുന്നു. അപ്പോൾ നമുക്കൊരു കോട്ടിൻ്റെ പോലത്തെ ഒരു ഫീൽ വരും. കോട്ടല്ല, ഇങ്ങനെ വരുന്നു. അതിനോട് നമുക്ക് ഏത് അക്കോബ എടുക്കുന്നോ അതിനോട് ചേരുന്ന രീതിയിൽ ഇങ്ങനെ. പിന്നെ നമ്മൾ ആ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു അക്കോബ ടോപ്പ്. അതിന് നമ്മൾ യോക്ക് കൊടുത്തു. യോക്കിനൊരു പ്രിൻസസ് കട്ട് കൊടുത്ത് ഇങ്ങനെ കോൺട്രാസ്റ്റ് നമ്മൾ നേവി ബ്ലൂ ലൈനിങ് കൊടുത്തു. സെയിം ലൈനിങ് കൊടുക്കാതെ കോൺട്രാസ്റ്റ് ലൈനിങ് കൊടുക്കുമ്പോൾ അങ്ങനെ. ഇനി ഇതാ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഇതിൽ ഈ ഒരു നമ്മൾ ഓർഗൻസയിലെ ഷിഫ്ലി വർക്ക് വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് ഇതിന് നെക്കിന് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ദുപ്പട്ട കൂടെ ചെയ്യാൻ പാകത്തിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ഇതൊക്കെ നമുക്ക് മുമ്പ് വന്നിട്ടുള്ള അക്കോബ കേട്ടോ, ഇപ്പോൾ സ്റ്റോക്കില്ല. ഇനി നമ്മൾ ഓഫ് വൈറ്റിലും വൈറ്റിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പരീക്ഷിക്കാവുന്ന ഒരു മോഡലാണിത്. സെൽഫ് അത് സെയിം ഇതുകൊണ്ട് പോട്ടലി ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നു. അങ്ങനെ അത് വീഡിയോക്ക് ഇട്ടിട്ടില്ല ടോപ്പ്. ഇനി നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇതും കുറച്ച് അവൈലബിൾ ആണ്, ഇവിടെ ഉണ്ട്. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ പോകുന്നുണ്ട്. അതിന് ചാരിയ ലേസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സെൻറ്ററിൽ നിന്ന് മാറിയ പോലെ തോന്നുന്നത്. നെക്കിനും ഇവിടെ ലേസ് കൊടുത്ത് ഇവിടെ ഒരു ഇങ്ങനെ ബട്ടൺ കൊടുത്ത് സ്ലീവിലും ഇങ്ങനെ ലേസ് കൊടുത്ത് ഇങ്ങനെ ഒരു മോഡൽ. താഴെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. എലൈനായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ പ്ലെയിൻ ഹക്കോബയിൽ ഇങ്ങനെ ഒരു യോക്ക് കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. സിമ്പിളായിട്ട് ബട്ടൺ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ ഇങ്ങനെ ഓവർലോക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങനെയാണ് വരിക. നമുക്ക് സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന് ഇങ്ങനെ വരുന്നു. ഇതൊരു കോട്ടൺ ഇന്നർ മോഡൽ പോലെ തന്നെയാണ്, പക്ഷേ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോട്ടാണിത്. ഇങ്ങനെ വരുന്നു. ഇന്നറായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റഡ് ഹക്കോബയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, ഹക്കോബയിൽ ഇന്നർ ആൻഡ് കോട്ടൊക്കെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഒരു മോഡലും പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഏതിലാണെങ്കിലും, അപ്പോൾ ഇത് ഏലയിലാണ് അകത്ത് ഇന്നർ ഇങ്ങനെ വരുന്നു അറ്റാച്ച് ചെയ്തിട്ട്. ഇനി സെപ്പറേറ്റ് കോട്ട് പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇനി ഹക്കോബയിൽ നമുക്കിനി ജസ്റ്റ് ഒരു ഹാൻഡ് ബീഡ് വർക്കൊക്കെ ട്രൈ ചെയ്യേണ്ടവർക്ക് നല്ലൊരു വെറൈറ്റി നെക്കാണ്. ഇങ്ങനെ വരുന്നു. നെക്ക് കാണിച്ചു ഇങ്ങനെ വരും നെക്ക്. അതിലെല്ലാം ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. സ്ലീവും കുറച്ച് ഒരു ലൂപ്പും ഇങ്ങനെ എടുത്ത് കൊടുത്ത് പിൻട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി സ്ലീവ്. ഇങ്ങനെ വരുന്നു. സ്ലീവ് ഇങ്ങനെ വരുന്നു. നെക്ക് ഇത്. അടുത്തത് ഇങ്ങനെ വരുന്നു. ഇത് നമ്മൾ ഓർഗൻസയിലെ ഷിഫ്ലി വർക്കാണ്. അതിലുകൊണ്ട് യോക്ക് ഇത് ഈ സെയിം മെറ്റീരിയലാണ് ദുപ്പട്ടയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ദുപ്പട്ടയോ ബോട്ടം കൊടുക്കുന്ന മെറ്റീരിയൽ യോക്കായിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ ഇങ്ങനെ ഹക്കോബ യോക്കും ഇങ്ങനെ നെക്കും മൾട്ടി കളർ ബട്ടണും കൊടുത്ത് അതേപോലെ ബട്ടൺ നമ്മൾ സ്ലീവിലും കൊടുത്ത് ലേസ് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊടുത്ത് രണ്ട് തരം ഡിസൈൻ, 2-3 ഡിസൈൻസ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം. ഇങ്ങനെ അതെ. ഇനി സ്ലീവ്ലെസ് ഇന്നർ ചെയ്യുമല്ലോ, ഇന്നറിന് വേണ്ടിയിട്ട് ഒരു കോട്ട് ചെയ്തതാണിത് ഞാൻ. ഇതിനി ഒരു വീഡിയോയിൽ വേറെ ഇത് കാണിക്കാം. ഹക്കോബ കൊണ്ട് ജസ്റ്റ് കോട്ട് മാത്രം. അപ്പോൾ നമ്മൾ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലേ നിങ്ങൾ ഇപ്പോൾ മൊഡാലിലോ ഏതിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണിച്ച മിറർ വർക്ക് മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൽ ക്രോപ്പ് ടോപ്പും ലൂസ് പലാസോ മോഡൽ ചെയ്തിട്ട് ഇതുപോലെ ഒരു കോട്ട് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ജസ്റ്റ് കോട്ട് മാത്രമാണിത്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്കിത് ഡിഫറെൻറ്റ് മോഡൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ഇത് കോളർ നെക്ക് പോലെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇടുമ്പോൾ എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ പിന്നീട് ദിവസം കാണിച്ചു തരേ. അതങ്ങനെ. ഇനി നമ്മൾ ആ സ്കൈ ബ്ലൂ ഹക്കോബയിൽ ഈ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു കോളർ നെക്കും പൊട്ടലി ബട്ടണും കൊടുത്തിട്ട് സ്പോഞ്ച് ബട്ടൺ കൊടുക്കില്ലേ, ഇങ്ങനെ കണ്ടില്ലേ, ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ബ്ലാക്കിൽ
ഞാൻ വീഡിയോയ്ക്ക് വെയർ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ്. നെക്കിൽ ഇങ്ങനെ എടുത്ത് നമ്മളെ പ്രീമിയം 350 റുപ്പീസിൻ്റെ അക്കോബ ഇതാ ഇങ്ങനെ വരുന്നു. നെക്കിൽ ഈ നെക്ക് പോർഷൻ കാണിച്ച് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ യെല്ലോ മോഡൽ ദുപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഇത്രയായിരുന്നു ഈ സ്റ്റിച്ച്ഡ് മോഡൽസിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പാണോ ശേഷമാണോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടില്ല. ആ വീഡിയോയും കാണണം, മെറ്റീരിയലും കൂടെ കാണണേ. അപ്പോൾ നമ്മൾ വെറൈറ്റി വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.